ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സ് പകർന്നിരിക്കുന്നൊരു വ്യക്തിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഒറ്റപ്പെടുന്നുണ്ടോ? ഇന്നത്തെ വചന ശുശ്രൂഷ, ഇന്നത്തെ പ്രാർത്ഥന മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ എപ്പിസോഡ് തീരുമ്പോൾ ഇന്ന് നിങ്ങൾ ചിലവഴിക്കുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു ടൈമാണ്. ബിക്കോസ് നമ്മുടെ ലൈഫിൽ ഒത്തിരി ടൈമുകൾ പലതിൻ്റെയും മുമ്പിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പലതിൻ്റെയും മുമ്പിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ എല്ലാം ഒന്നും നമുക്ക് പ്രയോജനം ചെയ്തില്ല. പക്ഷേ ഇന്ന് നിങ്ങളിവിടെ ഈ ചിലവഴിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിനൊരു പ്രയോജനമായി തീരും. തുടർന്ന് മാറ്റമില്ലാത്ത ദൈവവചനം നമുക്ക് കേൾക്കാം. അതിനായി പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ. ഈ ബൈബിൾ എന്ന് പറയുന്നത് ഒരു മതഗ്രന്ഥമല്ല, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷമാണ്. എന്നാൽ ബൈബിൾ മുഴുവൻ സുവിശേഷമാണോ? അല്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ, 66 പുസ്തകങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് വചനത്തിലൂടെ കാണാം. എന്നാൽ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഇതിലുണ്ട്, സമൂഹം പറഞ്ഞ കാര്യങ്ങൾ ഇതിലുണ്ട്, പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഇതിലുണ്ട്, യഹോവയായ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഇതിലുണ്ട്, മൃഗങ്ങൾ സംസാരിച്ചത് ഇതിലുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് ദൈവം നേരിട്ട് സംസാരിച്ച കാര്യങ്ങൾ ബൈബിളിലുണ്ട്, പിശാച് പറഞ്ഞ വാക്കുകൾ ഇതിലുണ്ട്. എന്നാൽ ഇതെല്ലാം മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുന്ന സത്യഗ്രന്ഥമാണ് സത്യവേദപുസ്തകം, ദൈവത്തിൻ്റെ വചനം. ഈ പല ആൾക്കാരും യേശു കർത്താവ് എന്ന് പറയുന്നത് ഒരു സത്യമാണോ, ഒരു യാഥാർത്ഥ്യമാണോ, ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം വാസ്തവമായി പറയാം. എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ അനുഭവിച്ചറിഞ്ഞത്. ഞാനൊരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. അതിനകത്ത് വെച്ചാണ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയത്, യേശുവിനെ അനുഭവിച്ചറിഞ്ഞത്. ഇന്ന് എനിക്ക് പ്രത്യേക ഒരു സംഘടനയൊന്നും പറയാനില്ല, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളുമല്ല. എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. കാരണം യേശുവിന് എല്ലാവരെയും ഇഷ്ടമാണ്. ദൈവം സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാനും സ്നേഹിക്കുന്നു. കർത്താവ് അംഗീകരിച്ച എല്ലാവരെയും ഞാനും അംഗീകരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു എന്നുള്ള സത്യത്തെ നമുക്കാർക്കും വിസ്മരിക്കാൻ ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. ദൈവവിശ്വാസിയാണെങ്കിലും ദൈവവിശ്വാസി അല്ലെങ്കിലും യേശു സത്യദൈവമാണ്. യേശുക്രിസ്തു എന്ന സത്യത്തെ നമുക്ക് ഇല്ലെന്ന് പറയാനും വിസ്മരിക്കാനും പറ്റില്ല കുഞ്ഞുങ്ങളെ. ഒരിക്കലും സാധ്യമല്ല. മാന്യ സഹോദര, ഒത്തിരി പഠിത്തമുള്ളവരും കഴിവുള്ളവരും ഒക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന കലണ്ടർ വരെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ. കാലഘട്ടത്തെ AD എന്നും BC എന്നും, ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും എന്ന് രണ്ടായി തിരിച്ചിട്ടല്ലേ കലണ്ടർ വരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം യേശുക്രിസ്തു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് എ സ്റ്റോറി, ദാറ്റ് ഈസ് എ റിയാലിറ്റി. അതൊരു കഥയല്ല, ഒരു സത്യം. ഇപ്പോൾ കലണ്ടർ നമ്മൾ നോക്കിയാൽ December 25 ക്രിസ്മസ് എന്ന കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് തന്നെയാണ് ക്രിസ്മസ് എന്നുള്ളത് വേദപുസ്തകത്തിലൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ അങ്ങനെ അനുമാനിക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നു, വിശ്വസിക്കുന്നു. അന്ന് തന്നെയാണെന്നുള്ളതിന് തെളിവില്ല. ഈസ്റ്റർ, ഗുഡ് ഫ്രൈഡേ, ദുഃഖ വെള്ളിയാഴ്ച. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ അതാണ് കറക്റ്റ് വേർഡ്, നല്ല വെള്ളിയാഴ്ച. ശരിക്കും ദുഃഖ വെള്ളിയാഴ്ച പിശാചിനാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായത് പിശാചിന് തന്നെയാണ്. കാരണം കാൽവറി ക്രൂശിൽ യേശു കർത്താവിൻ്റെ മരണത്താൽ പിശാചിൻ്റെ തല തകരുകയായിരുന്നു, പിശാചിൻ്റെ പദ്ധതികൾ പൊളിയുകയായിരുന്നു, ദൈവ പദ്ധതികൾ അവിടെ നിറവേറുകയായിരുന്നു. സത്യത്തിൽ അത് പിശാചിനൊരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. ദൈവമക്കൾക്ക് അതൊരു ഗുഡ് ഫ്രൈഡേ ആയിരുന്നു, നല്ല വെള്ളിയാഴ്ചയായിരുന്നു. വീണ്ടും ജനനം പ്രാപിച്ച കർത്താവിനെ അറിയുന്നവർക്ക് കർത്താവിൻ്റെ ക്രൂശ് മരണം ഒരു അനുഗ്രഹമാണ്. അതല്ലേ ബൈബിൾ പറയുന്നത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കും അത് ദൈവശക്തിയും ആകുന്നു. അപ്പോൾ ഗുഡ് ഫ്രൈഡേ എന്നുള്ളത് ലോകം മുഴുവൻ, അന്ന് ലോകത്ത് മൊത്തം അവധിയാണ് എല്ലാ മനുഷ്യർക്കും. കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ലോകം മുഴുവൻ അതറിയാം. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഉയർപ്പ്. അപ്പം
ക്രിസ്തുവിൻ്റെ മരണവും ക്രിസ്തുവിൻ്റെ ഉയർപ്പും ക്രിസ്തുവിൻ്റെ ജനനമൊന്നും ആർക്കും ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. പക്ഷേ ഇവിടെ മനുഷ്യൻ ക്രിസ്തുവിലേക്ക് വരാത്തതിൻ്റെ, ദൈവത്തിൻ്റെ സ്നേഹം അറിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന അവിശ്വാസമാണ്, അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയാണ്. ഇപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല ഭക്ഷണമാണ് ലഭിക്കുന്നത്. നിങ്ങൾ പറയത്തില്ല ആ റെസ്റ്റോറൻറ്റിലെ ഫുഡ് നല്ലതാണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ റെസ്റ്റോറൻറ്റിലെ ഫുഡ് നല്ലതാണെന്ന്? ഒന്നുകിൽ നിങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ റെസ്റ്റോറൻറ്റിലെ ഫുഡ് നല്ലതാണെന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അതിൽ കയറി ഫുഡ് കഴിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ചെയർ, ആ ചെയറിൽ അത് ഒടിഞ്ഞ് താഴെ വീഴുമോ, അതിൻ്റെ കാല് പൊട്ടിയിരിക്കുകയാണോ, ഇതൊന്നും നിങ്ങൾ നോക്കിയിട്ടില്ല. നിങ്ങൾക്കൊരു ചെയർ കിട്ടി, നിങ്ങളിരുന്ന് ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളിരിക്കുന്ന കസേരയെ നിങ്ങളങ്ങ് ട്രസ്റ്റ് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അങ്ങനൊരു വിശ്വാസം ദൈവത്തിലുണ്ടെങ്കിൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ ഒട്ടും സംശയിക്കാത്ത, കൺഫ്യൂഷൻസ് ഇല്ലാത്ത, ചോദ്യങ്ങളില്ലാത്ത, ആർഗ്യുമെൻറ്റേഷൻസ് ഇല്ലാത്ത ഒരു ട്രസ്റ്റ്, ഒരു ഫെയ്ത്ത് ദൈവത്തിലുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ കഴിയൂ. ഭാര്യയെ വിശ്വസിക്കുന്ന ഒരു ഭർത്താവിന് മാത്രമേ, അല്ലെങ്കിൽ ഭർത്താവിനെ വിശ്വസിക്കുന്ന ഒരു ഭാര്യയ്ക്ക് മാത്രമേ ആ കുടുംബജീവിതം എൻജോയ് ചെയ്യാനൊക്കത്തുള്ളൂ. തമ്മിൽ സംശയമാണെന്നുണ്ടെങ്കിൽ അതൊരു കുടുംബമായിരിക്കത്തില്ല, ശരിക്കും അവിടെ എപ്പോഴും പ്രോബ്ലംസ് ആയിരിക്കും. ഇതുപോലെ ദൈവത്തിൽ നമുക്ക് ആഴമായൊരു ഫെയ്ത്ത് ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. എബ്രായർ 11:6 പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലേ? അതെ, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവമില്ലാതെ ഒന്നും നടക്കത്തില്ല ലോകത്തിൽ. ചില നിരീശ്വരവാദികൾ അവർ പറയുന്നത് ഈശ്വരനില്ല, ലോകത്തെ ചമച്ചവനില്ല എന്നവർ പറയുന്നു. സത്യം പറഞ്ഞാൽ ഞാനൊരു ഒരു 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 ഉദാഹരണം നിങ്ങളോട് പറഞ്ഞാൽ, ഒരു വ്യക്തി ഈശ്വരനില്ല, ദൈവമില്ല എന്ന് പറയുമ്പം തന്നെ ആ വ്യക്തി കൺഫേം ചെയ്യുകയാണ് ദൈവം ഉണ്ടെന്ന്. കാരണം ഒരു കള്ളനോട്ട് കമ്പോളത്തിൽ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ കള്ളനോട്ട് വരുന്നതിന് മുമ്പ് ഒരു ഒറിജിനൽ നോട്ട് വന്നിട്ടുണ്ടാകും, ഉറപ്പാണ്. ഇപ്പം ഈ പല വാച്ചുകളുടെയും ടി വികളുടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും, ഇടയ്ക്കത്തെ ഒരു അക്ഷരം കാണത്തില്ല, പല ബ്രാൻഡുകളുടെയും. അപ്പോൾ ഒരു ഒറിജിനൽ ബ്രാൻഡ് ഉള്ളത് കൊണ്ടാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ് ഇറങ്ങിയത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് വളരെ തെറ്റാണ്, പാടില്ല. പക്ഷേ ഞാനൊരു ഉദാഹരണം പറയുന്നു, ഒറിജിനൽ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വന്നത്. അപ്പം ജീവിക്കുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ദൈവം ഇല്ലെന്ന് ചിലർ പറയുന്നത്. ഈ ലോകത്തെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഇപ്പം നിങ്ങളുടെ കൈ കെട്ടിയിരിക്കുന്ന വാച്ച് തന്നെ കൈ വന്ന് വീണതല്ല. ആ വാച്ച് മാനുഫാക്ചർ ചെയ്തൊരു കമ്പനിയുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ടെലിവിഷൻ എല്ലാം മാനുഫാക്ചർ ചെയ്തൊരു കമ്പനിയുണ്ട്. ചുമ്മാ വന്ന് ഭിത്തി ഇരുന്നതല്ല, ചുമ്മാ വന്ന് അവിടെ ഇരുന്നതല്ല. അതിനെ ഉണ്ടാക്കിയ ഒരു കരമുണ്ട്. അത് കണ്ടുപിടിച്ച് അതിൻ്റെ ടെക്നോളജികൾ കണ്ടുപിടിച്ച് അതിനെ ക്രിയേറ്റ് ചെയ്തൊരു കരമുണ്ട്. അങ്ങനെ അത് ഉണ്ടാക്കിയത്, ഒരു കമ്പനി ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ചൊരു കരമുണ്ട്, നിങ്ങളെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ആ സൃഷ്ടാവിലുള്ള വിശ്വാസമാണ് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അത് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈ സർവശക്തനായ ദൈവം, ദൈവപുത്രനായ ക്രിസ്തു, അവൻ കടന്നു പോകുമ്പോൾ ജന്മന കുരുടനായ മനുഷ്യനെ കണ്ടു. കുരുടൻ എന്താണ്? കുരുടൻ്റെ പ്രശ്നങ്ങൾ, പ്രത്യേകതകൾ. 1, കുരുടൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ഭാവി നഷ്ടപ്പെട്ടവൻ. 2, സ്പീഡ്, വേഗത നഷ്ടപ്പെട്ടവൻ. 3, പുതുമയൊന്നുമില്ലാത്തവൻ. ഒരു പുതുമയും അവനിൽ പറയാനില്ല, പുതിയതൊന്നും അവനെ കാണാനില്ല. എന്നാൽ നഷ്ടപ്പെട്ട പുതുമ ക്രിസ്തുവിലൂടെ മടക്കി ലഭിക്കുന്നു. നഷ്ടപ്പെട്ട വേഗത ക്രിസ്തുവിലൂടെ മടക്കി ലഭിക്കുന്നു. നഷ്ടപ്പെട്ട ഭാവി ക്രിസ്തുവിലൂടെ മടക്കി ലഭിക്കുന്നു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചത്, എന്തുകൊണ്ട് ഇവനിങ്ങനെ കുരുടനായി? അതല്ലേ അവർ ചോദിച്ചേ. ഞാനിന്ന് ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ മാന്യ സഹോദരങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചോദ്യങ്ങൾ പലതുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? എന്തുകൊണ്ട് ഈ പ്രശ്നമുണ്ടായി? എന്തുകൊണ്ട് ഈ രോഗം വന്നു? എന്തുകൊണ്ട് ഈ വിവാഹം നടക്കുന്നില്ല? എന്തുകൊണ്ട് വീട് കെട്ടാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് മക്കളുടെ ഭാവി നന്നാകുന്നില്ല? എന്തുകൊണ്ട് സമാധാനം ഉണ്ടാകുന്നില്ല? ഇങ്ങനെ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന പല ചോദ്യങ്ങൾ നമ്മുടെ ലൈഫിലുമുണ്ട്. പക്ഷേ
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചിട്ട് എന്തിനു വേണ്ടി എന്ന് നമുക്ക് ചിന്തിക്കാം. ശിഷ്യന്മാർ ചോദിച്ചത് എന്തുകൊണ്ടാണ് കർത്താവെ ഇങ്ങനെ ഇവൻ കുരുടനായെന്ന, ആരുടെ പാപമാണെന്ന. പക്ഷേ കർത്താവിന് പറയാനുള്ളത് ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിപ്പെടുവാനത്രേ. യേശുവിന് പറയാനുള്ളത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ മറുപടിയല്ല, എന്തിനു വേണ്ടി എന്നുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഈ രോഗം വന്നത് എന്തുകൊണ്ടാണ് കർത്താവേ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും അതിന് ഉത്തരവില്ല. എന്താ കർത്താവേ, എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ യേശുവെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വിഷയത്തിലൊരു മറുപടി ഇല്ലാത്തത്? സത്യത്തിൽ അതിനും ഉത്തരവില്ല. പക്ഷേ ഉത്തരവുള്ള ഒന്നുണ്ട്, എന്തിനു വേണ്ടി. എന്തിനു വേണ്ടിയാണ് ഈ തടസ്സം? എന്തിനു വേണ്ടിയാണ് ഈ പ്രശ്നം? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്? മറുപടി, ദൈവപ്രവൃത്തി ആ വിഷയത്തിൽ വെളിപ്പെടാൻ, ദൈവത്തിൻ്റെ കരം ഇതിൽ ചലിക്കാൻ. എവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്? ഇപ്പം ഞാൻ ഒരു ടേബിൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ചിന്തിക്കുക, പ്രവർത്തിക്കുകയാണ്. ഒരു ടേബിൾ ഞാൻ ഒരു വെറ്റ് ടിഷ്യൂ എടുത്ത് ഇങ്ങനെ തുടയ്ക്കുക. പെട്ടെന്ന് എൻ്റെ ബ്രദർ അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഓടി വന്നിട്ട് അയ്യോ അതിഞ്ഞിത്താ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എൻ്റെ വൈഫ് ഏറ്റെടുത്താൽ, എൻ്റെ മക്കളോ എൻ്റെ സഹോദരങ്ങളോ ഏറ്റെടുത്താൽ, പിന്നെ ആ പ്രവൃത്തി എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതവർ ചെയ്തോളും. അതെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ച് മടുക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ചത് മുഴുവൻ ഫെയിലിയർ ആകുമ്പോൾ, ആ പ്രവൃത്തി ദൈവം തമ്പുരാൻ ഏറ്റെടുക്കുമ്പോഴാണ് അത് ദൈവപ്രവൃത്തിയായി തീരുന്നത്. അതെ, നിങ്ങളുടെ മക്കളുടെ വിഷയം ദൈവപ്രവൃത്തിയായി തീരണമോ, ആ വിഷയം ദൈവം പ്രവർത്തിക്കണമെങ്കിൽ അത് കർത്താവിൻ്റെ കയ്യിലേക്കൊന്ന് കൈമാറണം. ആത്മാർത്ഥമായി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആ വിഷയം, ആ പ്രശ്നം, ആ കടഭാരം, ആ വിവാഹ തടസ്സം, ആ രോഗം യഥാർത്ഥത്തിൽ മുഴുവനും കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചോ? കർത്താവ്, എന്നെയും കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ മാക്സിമത്തിൽ ഞാൻ നിൽക്കുക, ഇനി നിൻ്റെ പ്രവൃത്തി ഇതിൽ നീ വെളിപ്പെടുത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യാൻ തയ്യാറാകുമോ? ഞാൻ ഉറപ്പായും പറയുന്നു, നിങ്ങൾ അതിനകത്തൊന്ന് സറണ്ടർ ചെയ്താൽ ദൈവം അതിൽ അത്ഭുതം ചെയ്യും. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്നാൽ കർത്താവിനോട് കൂടെ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. യേശുവിനെ പിരിഞ്ഞ് നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് നടത്താനൊക്കത്തില്ല. യേശുവിനെ പിരിഞ്ഞ് നല്ലൊരു ബിസിനസ് ചെയ്യാമെന്ന് ചിന്തിക്കരുത്. ഒരു പക്ഷേ മാനുഷികമായി സക്സസ് ആയാലും കുറച്ച് കാശൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. യഥാർത്ഥമായി നിങ്ങളുടെ ലൈഫ് സക്സസ് ആകണമോ, വിജയം, പൂർണ്ണ ജയം, അത് ക്രിസ്തുവിലാണ്. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, യുദ്ധത്തിന് കുതിരയെ ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശം ഇരിക്കുന്നു. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യണം. ബൈബിൾ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. എപ്പോഴും അത് ശരിയല്ലേ? നമ്മളൊരു ഡോക്ടറിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി ആ മനുഷ്യൻ വർഷങ്ങൾ, അല്ലെങ്കിൽ ആ ഡോക്ടർ ദീർഘവർഷങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത ഒരു നല്ല അറിവ് ആ ഡോക്ടറിനുണ്ട്. ആ വ്യക്തി പഠിച്ച് പ്രാപിച്ച പ്രാഗൽഭ്യം അദ്ദേഹത്തിനുണ്ട്. ആ കഴിവിനകത്തുനിന്ന് ആ വ്യക്തിയെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം ചില മെഡിസിനുകൾ നിങ്ങൾക്ക് വേണ്ടി എഴുതി തരും, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിർദ്ദേശം തരും. നിങ്ങളൊരു ഡോക്ടറെ ആശ്രയിച്ചാൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന നന്മ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളൊരു പൊളിറ്റീഷ്യനെ ആശ്രയിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹോൾഡ്, ആ നന്മ നിങ്ങൾക്കുണ്ടാകും. ആരെയാണോ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയിൽ നിന്നുള്ള നന്മ നിങ്ങൾക്കുണ്ടാകും. ബൈബിൾ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പോൾ ഓർത്തേ, നമ്മൾ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്താൽ, ദൈവം എന്ന് പറഞ്ഞാൽ സകലതുമല്ലേ. അവനിൽ സൗഖ്യമുണ്ട്, അവനിൽ ശാപവിമുക്തിയുണ്ട്, ദൈവത്തിൽ അനുഗ്രഹമുണ്ട്, പാപവിമോചനമുണ്ട്, നിത്യജീവനുണ്ട്, അഭിഷേകമുണ്ട്, ശുശ്രൂഷയുണ്ട്. ദൈവത്തിൽ സകലതുമുണ്ട്. എല്ലാ നല്ല ദാനങ്ങളും ദൈവത്തിലുണ്ട്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ അത് ആ ഒരു ഇമ്പാർട്ടേഷൻ നമ്മളിൽ വെളിപ്പെടത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൽഫിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കർത്താവിൽ പൂർണ്ണമായിട്ട് ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുക, സറണ്ടർ ചെയ്യുക. പലപ്പോഴും നമ്മൾ സറണ്ടർ ചെയ്യത്തില്ല.
നമ്മൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഞാൻ പാതി ദൈവം പാതി എന്നുള്ള ആശയമാണ്. അത് തെറ്റാണ് കേട്ടോ. നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ വർക്ക് ചെയ്യണമെന്നല്ല, നമ്മൾ വിശ്വസിക്കണം. നമുക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ കർത്താവേ, എൻ്റെ ഭാവി നിൻ്റെ കയ്യിലാണ്, അത് സമ്മതിച്ച് കൊടുത്തേ ഒക്കത്തുള്ളൂ. എനിക്ക് ഒത്തിരിയും പേരുടെ അനുഭവങ്ങൾ അറിയാം. ഭയങ്കര പഠിത്തമുണ്ട്. പഠിത്തമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഭയങ്കര പഠിത്തമുള്ള പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു പാസ്റ്ററെ, എൻ്റെ പൊന്നു ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു ജോലിയും കിട്ടുന്നില്ല. എന്നാൽ വലിയ പഠിത്തമൊന്നും ഇല്ലാത്ത ആൾക്കാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു ബ്രദറെ, ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചോളൂ, പക്ഷേ എൻ്റെ കർത്താവ് എനിക്ക് കാറ് തന്നു, വീട് തന്നു, എൻ്റെ ദൈവം എന്നെ ശക്തമായിട്ട് അങ്ങോട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ ചിലർ പറയുന്നു, പാസ്റ്ററെ, ഒരു 10-50 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ വീട് പണിയാൻ തുടങ്ങി, പക്ഷേ ഇതുവരെ പണി തീർന്നിട്ടില്ല, ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു ദൈവാസ, എൻ്റെ 1 രൂപ പോലും ഇല്ലാതെ ഞാൻ പണിയാൻ തുടങ്ങിയ വീടാണ്, പണിയെല്ലാം പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. അപ്പം നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് നമ്മുടെ പണമോ കഴിവോ പഠിത്തമോ ഒന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവമായി ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ ഒരു ഫേവർ, കർത്താവിൻ്റെ ഒരു ഫേവർ നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ ബ്ലെസ്ഡ് ആകും. ജോസഫ് മിസ്രൈമിലെ മന്ത്രിയായത് വോട്ടിട്ടിട്ടല്ല. ജോസഫ് മിസ്രൈമിലെ മന്ത്രിയായത് ദൈവത്തിൻ്റെ ആ ഫേവർ അവൻ്റെ മേലുള്ളതുകൊണ്ടാണ്. എസ്തേർ എന്ന് പറയുന്ന ആ വ്യക്തി, മൊർദെഖായി എടുത്ത് വളർത്തിയ മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ, അപ്പനും അമ്മയും ഇല്ലാത്ത ഈ പെങ്കൊച്ച് വസ്തിക്ക് പകരം ഒരു രാജ്യത്തിലെ രാജ്ഞിയായത് പുള്ളിക്കാരി പലർക്കും സ്വാധീനം ചെലുത്തിയൊന്നുമല്ല. ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ ആ പ്രീതി വാത്സല്യം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അനുകൂലത അവളുടെ മേലുള്ളതുകൊണ്ടാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ നമുക്കങ്ങ് അവസാനിപ്പിക്കാം. എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കാം. ഈ രോഗം എന്തിനു വേണ്ടി? യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ലാസർ ഇങ്ങനെ ദീനമായി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ രോഗം വന്നത് എന്തുകൊണ്ട്? ശരിക്കും അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് രോഗം വന്നതെന്നാണ്. പക്ഷെ മറുപടി എന്തിനു വേണ്ടിയാന്നുള്ളതാണ്. പലപ്പോഴും ദൈവം മറുപടി തരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിന് ദൈവം ഉത്തരം പറയത്തില്ല, എന്തിനു വേണ്ടിയാ എന്നുള്ളതിന് ഉത്തരം പറയും. ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല തടസ്സങ്ങളും എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നമുക്ക് മാറ്റിവെക്കാം. എന്തിനു വേണ്ടിയെന്ന് ഞാൻ പറയാം. ദൈവപ്രവൃത്തി അതിൽ വെളിപ്പെടാൻ, ദൈവത്തിൻ്റെ കരം അതിൽ ചലിക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ശിഷ്യന്മാർ ചോദിച്ചു കേട്ടോ, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തുകൊണ്ടാണോ ഇങ്ങനെ ഉണ്ടായത്? ശരിക്കും ഞാൻ പറയട്ടെ എൻ്റെ സഹോദരങ്ങളെ, ഈ ചോദ്യം നമ്മുടെ ഉള്ളത്തിലില്ലേ? എൻ്റെ കുറവാണോ, നിൻ്റെ കുറവാണോ? വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായി നമുക്ക് കുഞ്ഞുങ്ങളില്ലാതായി പോയത് നിൻ്റെ കുറവാണ്, എൻ്റെ കുറവാണ്? അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു, അപ്പനും അമ്മയും കൂടെ മക്കളെ കുറ്റപ്പെടുത്തുന്നു, നീ പഠിക്കാഞ്ഞ, നീ നോക്കിക്കണ്ട് ജീവിക്കുക. അപ്പോൾ പരസ്പരം നിൻ്റെ കുറവാ എൻ്റെ കുറവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തെ നോക്കി ഇന്ന് കർത്താവ് സംസാരിക്കുന്നു. നിങ്ങളുടെ ആ എന്തുകൊണ്ടാണ് എന്നുള്ള ആ പറച്ചിലങ്ങ് അവസാനിപ്പിക്കുക. എന്തിനു വേണ്ടിയാണെന്നുള്ളത് കേൾക്ക്. ദൈവപ്രവൃത്തി ഈ വിഷയത്തിൽ വെളിപ്പെടാൻ എപ്പോൾ വെളിപ്പെടും എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അത് നിങ്ങളുടെ സമയത്തല്ല, ദ റൈറ്റ് ടൈം ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൃത്യമായ സമയത്ത്. ദൈവം ഒരിക്കലും തെറ്റായിട്ടൊരു കാര്യം ചെയ്യത്തില്ല. ഈ വേദോസ്തവത്തിനകത്ത് എങ്ങും ദൈവം തമ്പുരാൻ ഒരു കാര്യം ചെയ്തിട്ട് ഐ ആം വെരി സോറി, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് എഴുതിയിട്ടില്ല. ദൈവം എങ്ങും സോറി പറഞ്ഞിട്ടില്ല. ദൈവം എങ്ങും എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവൻ ആരംഭത്തിങ്കിൽ തന്നെ അവസാനത്തെയും അറിയുന്നു. അതെ, നിങ്ങളുടെ ഇന്നിനെ നിങ്ങൾ അറിയുമ്പോൾ, നിങ്ങളുടെ ഇന്നലകളെ നിങ്ങൾ അറിയുമ്പോൾ, നിങ്ങളുടെ നാളെ അറിയുന്ന, നിങ്ങളുടെ അടുത്ത ദിവസത്തെ കാണുന്ന ഒരു ദൈവം, സർവശക്തനായ യേശു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് കർത്താവേ എന്ന് ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അവസാനിപ്പിക്കുക, എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. അതെ, ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടാൻ, നിങ്ങളുടെ തലമുറയിൽ വെളിപ്പെടാൻ, നിങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും വ്യക്തികളിലും നിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നിൻ്റെ മക്കൾക്കായി ചലിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഇവരുടെ ഭാവി വഴികൾ അടഞ്ഞിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് തുറക്കപ്പെടട്ടെ. കർത്താവെ, അങ്ങയുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ പ്രാരംഭത്തിൽ കേട്ട പോലെ ദൈവത്തിലുള്ള വിശ്വാസം ഇവരിൽ വർദ്ധിക്കട്ടെ. ആ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയത്തെ ഞാൻ ശാസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. പലപ്പോഴും മനുഷ്യൻ പറഞ്ഞ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, അല്ലെങ്കിൽ വ്യക്തികൾ തന്ന അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, തെറ്റായ കാഴ്ചപ്പാടുകൾ ഇവർ ഉള്ളത്തിൽ നിന്ന് മാറിയിട്ട് ഇവരുടെ മുമ്പിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നന്മകൾ, വിടുതലുകൾ, വാഗ്ദത്തങ്ങൾ കാണുവാൻ കർത്താവ് സഹായിക്കണം. ഒരുപാട് പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ എല്ലാ വാഗ്ദത്തങ്ങളും, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച എല്ലാ പ്രോമിസുകളും, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രോമിസുകൾ നിറവേറട്ടെ. ഭീതിപ്പെടുത്തുന്നതും തെറ്റായ ചിന്തകൾ അകത്ത് വിതച്ചതും ഭയമുളവാക്കിയതുമായ എല്ലാ കാഴ്ചകളെയും, പറഞ്ഞ പ്രവചനങ്ങളെയും, പറഞ്ഞ ദർശനങ്ങളെയെല്ലാം ക്യാൻസൽ ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതിനെ ബ്രേക്ക് ചെയ്ത് കളയുന്നു, അതിനെ പൊട്ടിച്ച് കളയുന്നു. നീ ഞങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നതും ഞങ്ങളെ അസ്വസ്ഥമാക്കുന്നതും ഒന്നും നീ ഞങ്ങളെ അറിയിക്കത്തില്ല കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടുന്ന നന്മകളെ തരുന്ന, ഞങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്ന നിൻ്റെ വചനത്തിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന സകലരിലും അത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപജീവനത്തിനായിട്ടുള്ള ചില വർക്കുകൾക്കകത്ത് തടസ്സങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളിൽ ഒരു ഡെലിവറൻസ് ഉണ്ടാകട്ടെ. ഇപ്പോൾ അവർക്ക് വർക്കുകൾ ലഭിക്കുന്നില്ല, ആ വർക്കുകൾ അവർക്കുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി. ദൈവപ്രവൃത്തി ഇവരിൽ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.